പുതുവർഷം ആഘോഷിക്കാൻ സാധാരണ ഫോർട്ട് കൊച്ചിയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത്തവണ പുതുവർഷം ആഘോഷിക്കാൻ എറണാകുളം മറൈൻ ഡ്രൈവും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു. മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മറൈൻ ഡ്രൈവിൽ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഞങ്ങൾ നടക്കുന്ന വീഥികളെല്ലാം പ്രകാശഭരിതമാണ്. പുതുവർഷാഘോഷങ്ങൾക്കായി ഒട്ടനവധി പേരാണ് ഇത്തവണ മറൈൻ ഡ്രൈവ് തിരഞ്ഞെടുക്കുന്നത്. ഈ കാണുന്ന ഒരുക്കങ്ങളിലും സജ്ജീകരണങ്ങളിലുമെല്ലാം സന്തുഷ്ടരാണ് ഇവിടെ എത്തുന്നവർ. ഉഷാറായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട്. നല്ല ഉദ്ഘാടനമൊക്കെ നടന്നത്. ഫോട്ടോ വെച്ചൊക്കെ ഭയങ്കര അവിടെയൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. കാരണം ഫോട്ടോ വെച്ച് ഉദ്ദേശിക്കണില്ല. ഇവിടെ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് തന്നെ വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോകും. ഇത്ര നാളായിട്ട് ലൈറ്റിങ്സ് ഇത്രയും കൂടുതൽ വന്നിരിക്കുന്നത് ഈ വർഷമാണ്. നമ്മുടെ കേരളത്തിൽ നോക്കാൻ നേരത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യണ ഡിസ്ട്രിക്റ്റ് ആണ് കൊച്ചി. കഴിഞ്ഞ വർഷത്തേക്കാൾ അടിപൊളിയായിട്ടാണ് ഈ വർഷം ഉള്ളത്. വളരെ ലൈറ്റ് അലങ്കൃതമാണ്, വളരെ ഉഷാറാണ്. ഹാപ്പി ന്യൂ ഇയർ. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്ലവർ ഷോയും കൂടെ അടുത്ത് വന്ന കാരണം രണ്ടും കൂടി നല്ല മാച്ചായിട്ടുണ്ട്. ഇപ്പോൾ 2 മാസം ഒതുക്കാമല്ലോ ആൾക്കാർക്ക്. കൊച്ചിയിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ പോകാൻ പറ്റാത്തവർക്ക് ഇവിടെയെങ്കിലും ആസ്വദിക്കാമല്ലോ. നമ്മളിങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫോർട്ട് കൊച്ചിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ പോകാൻ പറ്റില്ലല്ലോ, ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്ന് ഓർത്ത് വന്നതായിരുന്നു. അപ്പോൾ ഇത്രയും ലൈറ്റ് കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഇവിടെ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ഒരു ന്യൂ ഇയർ പ്രതീതി തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല എല്ലാ സ്ഥലത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നൈറ്റ് എല്ലാവർക്കും വന്നിരിക്കാനൊക്കെ ഒരു സന്തോഷമാണ്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉള്ളവർ കൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങൾ വന്നതാണ്. ഇവിടെ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. കുറേ പേര് വന്നത് ലൈറ്റൊക്കെ കാണാനാണ്. എന്തായാലും ഇവിടെയുള്ളവരെല്ലാം പുതുവത്സരാഘോഷത്തിന് മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇത്തവണ ഇവിടേക്ക് മറൈൻ ഡ്രൈവിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ചാൾസ് അഗസ്റ്റിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്.